പാൽക്കരി ദേവലക്ഷ്മി. അച്ഛൻ വയറ് ഒന്നുണ്ടല്ല. രാവിലെ മുതൽ ഉറക്കമാണ്. രാവിലത്തെ പണി കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കിടന്നുറങ്ങി. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റു. ഇന്ന് രജീഷേൻ്റെ വരെ വക വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയായിരുന്നു. അത് മാത്രമേ ഇന്ന് ഉണ്ടാക്കിയുള്ളൂ. പിന്നെ താറാമുട്ട വറുത്തു. ഉച്ചക്ക് ചോറ്. ഇന്ന് അടി അടി മീനൊക്കെ വാങ്ങിച്ച് കറി വെച്ച്. എന്ത് മീനമ്മ? കിളിമീനുണ്ട്. എടി പക്ഷി മീൻ. നീ ഇവിടെ മാറിയാടുന്നു. ഞാൻ കണ്ടില്ല. ശ്രദ്ധയില്ലാതെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലോ അവിടെ വെക്കില്ല. ഇതിന്റെ ഉള്ളിൽ സൈഡിൽ ചേർത്ത് വെച്ച് ഞാൻ മറിഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ചട്ടി വീണ് അത് മേത്ത് അതല്ല ഇങ്ങോട്ട് ഇതിന്റെ മുകളിലോട്ട് കിളിമീൻ. കിളിമീൻ നന്നാക്കണം. അപ്പൊ ഇതെന്ത് മീൻ? അഞ്ചാണ്. ആ കിളിമീൻ മറ്റേ പിങ്കല്ലേ? ഗൈസ് കിളിമീൻ നിങ്ങളുടെ അവിടെ എന്താ പറയുക നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങളിവിടെ കിളിമീൻ അതെങ്ങനെ അപ്പൊ പൊട്ടിച്ച് അവനെ അവന്റെ കയ്യിന്നല്ല മറിഞ്ഞു പോയി. അപ്പൊ അതിലേക്ക് പൊട്ടിപ്പോയി. എങ്ങനെ എപ്പാ? ഇന്നലെ. ഞാൻ അറിയണല്ലോ. ചൊറുക്ക് തീർന്നില്ല ഇത്. അത് തെങ്ങും ചോർക്ക് മറ്റേ ചൊറുക്ക് തീർന്നു പോയി. ചൊറുക്കിട്ട് കഴുകിയാലും ചോറൊക്കെ പോകും. വേറെ ഒരെണ്ണുണ്ടല്ലോ ആപ്പിളിന്റെ. മരുന്ന് മെഡിസിന് വേണ്ടി വാങ്ങിച്ചതല്ലേ. ഇത് നമുക്ക് നല്ലതായിട്ട് ഉപ്പും ചൊറക്കൊക്കെ ഇട്ട് ഇങ്ങനെ കഴുകി കഴിഞ്ഞാൽ നല്ലതായിട്ട് ചുവയൊക്കെ പോകും. ഇത് മുളക് ചാറ് വയ്ക്കുക. ഇനിയിപ്പോൾ തേങ്ങ അടിച്ച് കറിയിടാനൊന്നും മുതലാവില്ല. അതുകൊണ്ട് നമ്മൾ ഇനി എല്ലാം മുളക് ചാറ് തിളപ്പിക്കില്ല. അത്രയ്ക്കൊക്കെ ചെയ്യണുള്ളൂ. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ മാത്രം നമ്മൾ മീൻ നമ്മൾ തേങ്ങ അടിച്ച് വരുള്ളൂ. ചിലവ് തീർക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ തേങ്ങ ഉപേക്ഷിച്ചു. പിന്നെ ചതിച്ചു ഗൈസ് നമ്മളെ. ഇല്ല തേങ്ങ പിന്നെ ഹെൽത്തിന് മാത്രം നല്ലതല്ല. കൊളസ്ട്രോളും ഒക്കെ വരും. ഒന്നൊന്നര ചൂടാണല്ലേ. ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ ഫാനിൻ്റെ ചുറ്റിൽ മാറാൻ പറ്റുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പണിയെടുക്കാനും തോന്നണില്ല. അടുക്കളയിൽ കയറാനേ ദേഷ്യവും തന്നെ ഭയങ്കരമായിട്ട് പണിയെടുക്കാനും തോന്നുന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ്. പണിയെടുക്കണവരുടെയൊക്കെ അവസ്ഥ വെയിലത്തല്ലേ? വെയിലത്ത് മാത്രമല്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കുറച്ച് ചൂടിനൊക്കെ പണികളുണ്ട്. വേർത്ത് കുളിച്ച് നിൽക്കും. അവര് ഓയിൽ മേത്തേക്കൂടി ഒഴിച്ച പോലെ അവര് നിൽക്കണേ. ഞാൻ വെറുതെ ഇരുന്ന് ഇപ്പൊ വേർത്തോണ്ടിരിക്കുന്നു. മഴ ഇടയ്ക്ക് പെയ്യലുണ്ട്. അന്നേരത്തും കൂടി ചൂട് സഹിക്കാൻ വരാം. ഇങ്ങനെ പോയാൽ നമ്മുടെ പ്രകൃതിയും നമ്മുടെ ജീവിതമൊക്കെ എങ്ങോട്ടാ പോണേ ആവും. പറയാന്നല്ലാതെ അപ്പൊ ഇന്ന് ഫുൾ റെസ്റ്റ് എടുത്തുകൊണ്ട് തന്നെ വൈകുന്നേരം ആയപ്പോൾ പണിയെടുക്കാനൊരു ഉഷാറുണ്ട്. രാവിലെ ആണെങ്കിലും വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നും ഉണ്ടായില്ല. അമ്പലത്തിൽ പോയി വന്ന് പാൽപ്പായസം വാങ്ങിച്ച് കുടിച്ചു. പിന്നെ കിടന്നുറങ്ങി. ഗൈസ് പിന്നെ നമ്മൾ ഫ്രണ്ടിൽ പശുവിൻ്റെ തീറ്റ വെച്ചിരുന്ന കട്ടിലും കിട്ടിക്കാക്കി. പിന്നെ വൈകുന്നേരം ആയപ്പോഴുള്ള പണിയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് കട്ടിലെടുത്തും കിട്ടി വെച്ച് ഈ വഴി ആ വഴിയാണ് കണ്ടും. പിന്നെ ഞാൻ കിണറിൻ്റെ അവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട്. ഒരു 6:30 സമയം എഴുന്ന അങ്ങോട്ട് ഒറ്റക്കളയായിരുന്നു.
അതൊക്കെ ഇളയിൽ അങ്ങോട്ട് പുല്ല് പകുതിയോളം പറിച്ചിനി നാളെ രാത്രി പറിക്കണം. 1:30 പണിയാണ് ഈ ഉള്ളു. കൊല്ലട്ടെ ശേഷം ബ്രേക്ക് പറ. അടപ്പൊക്കെ കത്തിച്ച് നമുക്ക് ഉള്ളിയൊക്കെ പിടിച്ചെടുക്കാം. പച്ചമുളകൊക്കെ നമ്മൾ കഴുകിയെടുക്കും. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ? ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് അല്ലേ? അത് കഴിച്ചു ഇങ്ങനെയൊക്കെ തെളിക്കുന്ന മേത്തോട്ടൊക്കെ തെളിച്ചിട്ട് ഒരു സ്പാഷ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചെടുക്കുന്നത്. ഓടി പട്ടി വെള്ളം പറ്റട്ടെ. മുളക്, പഞ്ചസാര, ആ കുരുമുളക്. നിങ്ങളുടെ നാട്ടില് കുരുമുളക് എന്നാണ് പറയാ, കുരുമുളക് എന്നാണ് പല്ല് തേക്കാതെ മുളക്, പിള്ളേർക്ക് ചിലപ്പോ എല്ലാം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, തക്കാളി, മരപ്പെട്ടി. ഞാൻ പറയാം: തക്കാളി, കത്തി, കിളി, ഉപ്പ്, മുളക്, മുളക്, പൊടി, മുരളി, എന്തിട്ട് നോക്കണേ? മഞ്ഞപ്പൊടി. ചൂടുണ്ട്, ചൂടാവാണ്. കൈ വെച്ച് നോക്കണേ. ചൂടായത് കൈ വെച്ച് നോക്കണം. ചൂടായി നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. അമ്മ നല്ല ഉറക്കെ പറഞ്ഞു. ഇത് ഇട്ട് സൗണ്ടും ഇല്ല. കൊടുക്കാം. ഇനി കാടോട്ട പിടിച്ചിടാ. അപ്പൊ രജിഷേട്ടൻ പറഞ്ഞു ഇനി എല്ലാത്തിനും കടുക് ഇടണം. കടുക് ക്യാൻസറിന് നല്ലതാണ്. ക്യാൻസർ വരാൻ ക്യാൻസർ നല്ലതാണ്. ഞാൻ കേട്ടെന്താണെന്നറിയോ? കടുക് ക്യാൻസറിന് താഴെ ഉള്ളതാണ്. എന്തുവാണ് അപ്പൊ അങ്ങനെ കടുക് താഴെ വീഴാൻ പാടില്ല. അമ്മ മീൻചാറിലാരമ്മ കടുകിടണേ? കടുക് ഇട്ട് തിളപ്പിക്കുമ്പോ കടുകിടും. ഇഷ്ടല്ലേ? കുഞ്ഞപ്പന് കടുക് ഇഷ്ടമല്ല. കുഞ്ഞപ്പന് എന്താ വെച്ചാൽ കടുക് കഴിക്കാൻ ഇഷ്ടമുള്ളത്. മറ്റേ സരസ്വതി പഴയ സ്കൂളില്ലേ ആദ്യം പഠിച്ച അവിടെ ഒരു തന്നെ കാശി എന്ന് പറയണേ. അവൻ്റെ അമ്മ കടുക് മാത്രം കൂടുതലിടും കറിയിലൊക്കെ. എന്നിട്ട് ലഞ്ച് ടൈം ആകുമ്പോൾ തുറക്കും. അപ്പം കടുക് വയ്ക്കും. ഓരോ കടുകും മാറ്റി വേറെ. എന്നിട്ട് ടീച്ചറൊക്കെ അവനെ കൊണ്ട് ലാസ്റ്റ് അത് ഒന്നും കറിയില്ല ചോറിലാണ്ട് അത് വെറുതെ ഇട്ട് തീറ്റിക്കും അവരെ കൊണ്ട്. പിന്നെ അല്ലാണ്ട് വേറൊരു കാര്യം, ആ കടുക് മാറ്റി വെക്കാം. എന്നിട്ട് വീട്ടിലോട്ടുണ്ടോവാ, പിന്നെ വിടാം. എന്നിട്ട് വീട്ടിലോട്ടുണ്ടോരാ, പിന്നെ ഇടാക്കാനല്ലേ രാവിക്കാന. കുട്ടിക്കൊന്നുമില്ല. മണ്ടച്ചാരെ കുറച്ച് തക്കാളി എന്താണ്? നിർത്തണോ? നിർത്തണ്ടേ? നീ പറഞ്ഞു അടുത്ത് കിടി. ഇവിടുന്നാ അങ്ങോട്ടും കിട്ടും കിട്ടും കിട്ടും. അതുക്കുമ്പോ അത് സെന്ററിലൊക്കെ ഉണ്ടല്ലേ ഇത് ഇവിടെ ഇവിടെങ്കിൽ. മനസ്സിലായി, ഞാൻ കേട്ടു. അതിന്റെ ഡൈജഷൻ കറക്റ്റ് ആവാണ്ടാണ്. ഇംഗ്ലീഷ് വേർഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് എന്ത് നീ അത് കഴിക്കണ്ടെന്ന്. ഇത് തുണി. തുണീന് ഇംഗ്ലീഷ് ഇത് ക്ലോത്ത്. ഇത് വേപ്പില. ഇതിന് പറയുന്ന വേപ്പില. അതിനെ പറയണ കടുക്. വീടിനെ പറയണ ഹൗസ്. ഇത് ഉള്ളി പച്ചമുളക് മിക്സ് ആയാലോ. ശർക്കര ഇടാവുന്ന പഞ്ചസാര ഇടാൻ പാടില്ല. നല്ല ടേസ്റ്റാണല്ലോ വെക്കുന്നതിന്.
എന്നിട്ട് ചാട്ടിയോട് വെക്കണേത് ഇന്നലെ ഉണ്ടാക്കിയ പയറിന് പഞ്ചസാര ഇട്ടേച്ച് അമ്മ ഉപ്പിന് പഞ്ചസാര പിന്നെ മറ്റേ കടുകിന് പകരം മുളകിന് പകരം ചെളി തമാശയായിട്ട് വന്നേക്കാണ്. ചെളി തമാശ. ഇവിടെ ഈ ബിരിയാണി തൊളവന്നതിന്റെ ബാക്കില് ഇവൻ വന്ന് കടിച്ചതാ. ഞാൻ തേടി എലിയ എന്റെ പണ്ടത്തെ ആക്ട എന്നെ കാണാതെ രാവിലെ ആ മറ്റേ ഫോൾ സ്റ്റാർസില ഒരെണ്ടാ സ്കെയിൽ പിടിച്ചിട്ട് ഇതിന്റെ ഉള്ളില് സ്കെയിലാണത് സ്റ്റീലിന്റെ. അപ്പൊ നന്നായിട്ട് വാട്ടി എടുക്കണം. നന്നായിട്ട് വാട്ടില്ലേ നേരത്തെ കുളിക്കാട്ടോ ഒരു രക്ഷയില്ല. തലേന്ന് ചൂട് പിടിച്ചിരിക്കുക. ഞാനാ ചട്ടി എടുത്ത് തല കണിക്കിഞ്ചപ്പം കുളി കഴിഞ്ഞിട്ട് കുഞ്ചിക്കലൊക്കെ പെനിയും മുഴുവൻ നനയുക. അത്ര മാത്രം ചൂടാ. ഒക്കെ ചേച്ചപ്പോരെ ഈ ഗ്രില്ല് കൊണ്ട് വെച്ച് മതില് പിന്നെ ജീച്ചന്റെ ഉള്ളിൽ എന്ത് കൂളിങ്ങ അവിടെ എന്തോ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും ഇതൊക്കെ അങ്ങോട്ട് എടുത്തു വെച്ച് ഞാൻ ഓരോന്ന് എടുക്കാനായിട്ട് നടന്ന സമയം കളയണ്ട. അപ്പൊ ഇതെല്ലാം ഒരു പാത്രത്തിലാക്കി വെച്ച് ഇതങ്ങോട്ട് ദിർദിഷ് കുമാറാണല്ലോ. ദിർദിഷ് കുമാർ അറിയില്ല. പിന്നെയും വന്നിട്ടുണ്ട്. ആരായിട്ട് തക്കാളി ഇട്ടിട്ടുണ്ട്. തക്കാളി ഇട്ടുന്നവർക്ക് തക്കാളി ഇട്ടുന്നവർക്ക് കണ്ടാ മനസ്സിലാവോടാ പൊട്ട. ചേട്ടനെ വിളിക്കേണ്ട വാക്കാണ്. നാളിണ്ടല്ല എന്നെ നോക്കി അമർത്തി അടിച്ച് പുറത്തിട്ട് ഇങ്ങനെ അടുത്തോട്ട് പോവാതിരിക്കുക. വലിച്ചു നടക്കുക. സുഖമില്ലാത്ത കുട്ടികളെ അമ്മേ ഇവര് സുഖമുള്ള സുഖം ഉണ്ടാണോ നിനക്ക്? സുഖിച്ചേട്ടനവിടെ എന്തൊക്കെ അത് ഈ സാധനത്തിൽ പച്ചവെള്ളം ചെടി മര്യാദക്കല്ലെങ്കിൽ കാക്കനാട് മെന്റൽ ഹോസ്പിറ്റൽ ഒരു ബുക്ക് ചെയ്യോട്ടെ കാണിക്കേണ്ടത്. ഈ കമ്മലെങ്ങനെയാണെന്ന് അറിയോ? വെള്ളം ഒഴിക്കാട്ടോ. അടിക്കടിക്കുമ്പോളേ എന്തൊക്കെ നീ പറയണേ? അപ്പൊ നമുക്ക് കണ്ടിട്ട് എനിക്ക് പ്രാന്താണ്. അത് പ്രാന്തായിട്ട് അഭിനയിക്കാണ്. ഇതെന്താ കറുത്ത സാധനം? ആയിരിക്കാ ചുമ ഉള്ളവരൊക്കെ പോ. അങ്ങനെ കാണാം. ശങ്കരിക്ക് ചുമ. എന്റെ നീപ്പോയി മരുന്ന് എന്ത് പറ്റി? ശങ്കരി ഒന്നും നോക്കണ്ട, കൊന്നേക്ക്. പൈസ മീൻ വെട്ടുകയാണ്. കൈ നീറണം. ആ അപ്പൊ വെള്ളം തിളക്കാനൊന്നും നിൽക്കണില്ല. ഞാൻ എങ്ങനെയെങ്കിലും അടുക്കളയിലൊന്ന് പോയി കിട്ടട്ടെ. പോട്ടെ. മാത്രം ചൂടാണ്. ഓറക്കെ പറയട്ടെ, മൈക്കില്ല.
അമ്മേ എക്സാം ആയി തുടങ്ങി. ദേവനൊന്നും ഇടോ? ആ ദേവ പോ. എന്ത് അങ്ങനൊന്നുമില്ല. ഇല്ലമ്മ ഞാനിങ്ങനെ ഹൈറ്റായിട്ട് നാളെ എന്റെ മോൻ അതെ വെളിയോടി. കുരുമുളക് തീർന്നിരിക്കാം, നമുക്ക് കുരുമുളക് ഇടാം. ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. ബീപ്പ് സൗണ്ട് ഇടാ. പോകഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അകത്ത് ഇട്ടില്ലേ മുഴുവന് കുറച്ച് കുരുമുളകിടാം. ഫ്രൈ ചെയ്യാനാ? കുരുമുളക് ഇടുന്നതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷെ കുരുമുളക് ഇടാൻ മുതലാവില്ല. ഫ്രൈ ചെയ്യാനാണോ? ഫ്രൈ ചെയ്യാനാ? അതിൻ്റെ ഫ്രൈ ചെയ്യാനാണ് ഇഷ്ടം. കുരുമുളക് അതിൻ്റെ ഫ്രൈ ചെയ്യാൻ ഇഷ്ടം. കേരയിന്ന് നല്ലത്. അതാകുമ്പോൾ മുറിയില്ലല്ലോ അല്ലേ? സിമ്പിൾ ചിക്കൻ പോലെ നയിക്കുക. മല്ലിപ്പൊടി മല്ലി പൊടിച്ച് വെച്ചാൽ തീർന്നിരിക്കുകയാണ്. ഇനി പൊടിക്കണം. പിന്നെ പാക്കറ്റ് കൊടുത്ത് വാങ്ങിച്ചു കുറച്ച് മല്ലിപ്പൊടി കൂടി ഇടണം. ചൂട് തലയിൽ കടലിൽ ഇറങ്ങുന്നു. ഇത് സോപ്പ് ഒഴിക്കാം കേട്ടോ. കിട്ടില്ല. ഇട്ടില്ല ഉറപ്പല്ലേ? അമ്മ വെതറിയാക്കിയിരുന്നു. ഇപ്പൊ ഇട്ടായിരുന്നു, നേരത്തെ ഇട്ടായിരുന്നോ? എടുത്തിട്ടില്ലെന്നാ എൻ്റെ ഓർമ്മയില്. ഉപ്പ് കൂടിപ്പോയ മറക്കാൻ കുറച്ച് വീണുള്ളൂല്ലേ. ഉപ്പ് കൂടുതലാണോ? ഉപ്പുണ്ടോ നോക്കാം. Bedrep. Dendrek. ഒരു മാസം കഴിഞ്ഞ് വെക്കേഷൻ ആയിട്ട് ക്യാൻറ്റീൻ ഉണ്ട്. പക്ഷെ എനിക്ക് ആ നോട്ട് ബുക്ക് വേണ്ടമ്മേ. പിന്നെ അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുഴപ്പമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ തന്നെ. പിന്നെ അങ്ങനെ തരില്ലല്ലോ. സ്കൂളിൽ നിന്ന് നോട്ട്ബുക്കും ടെക്സ്റ്റ് ബുക്കും ഇപ്രാവശ്യം ഉണ്ട്. അതുകൊണ്ട് അത് ചെറിയ നോട്ട്ബുക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ പിന്നെ വേണ്ടാന്ന് പറയുന്നത്. ഇതുപോലെ വാങ്ങാമേ, ഒരു മീഡിയം വാങ്ങാം. പിന്നെ അത് അതിനകത്ത് വലിയ കഥയില്ല. ബുക്ക് വലുതും ചെറുതൊന്നുമല്ല. അത് നന്നായിട്ട് പഠിക്കാമെന്നുള്ള തന്നെയാണ് കാര്യം. അല്ലാതെ കോഴി ചിക്കനേന്ന് ഇപ്പം ഇങ്ങനെ മറക്കണില്ല. ഷവായി പോലെ ചിക്കനൊന്നും വെച്ച് കഴിക്കാല്ലേ? അതെന്താ ചിക്കനൊക്കെ ആവശ്യത്തിന് കഴിക്കുന്നുണ്ടല്ലോ. അത് ചിക്കൻ കട 11 മണി വരെ കേട്ടോ. ചിക്കൻ ഇങ്ങനെ കഴിക്കുന്നത് ആവശ്യത്തിന് നിങ്ങൾ കഴിക്കും.
ഗായ്സ് നമ്മുടെ കണ്ണമ്മ നമ്മുടെ അമ്മയെ കാണാൻ കണ്ണമ്മ ചോറ് തിന്നാൻ പോണതാണ്. അച്ഛന് അച്ഛനല്ലാട്ടോ, കണ്ണപ്പനാണ്. അച്ഛനല്ലാണ്ട് ഇത്രയും ചോറ് ഫുള്ള് കഴിച്ചില്ല ഫുള്ളൊക്കെ കഴിക്കും. ഫുള്ള് കഴിച്ച് രണ്ടാമത് കഴിക്കാൻ എന്റെ മമ്മ അടുത്ത് മല കൊണ്ടുപോകണ അത്ര ഉണ്ട്. എനിക്കൊന്നും ചാറില്ലെങ്കിൽ തന്നെ കുളിപ്പിച്ച് കടത്തും ഞാൻ. മീൻകറി പട്ടി കറിയൊന്നും പട്ടിണിയായിരുന്നു. അതുകൊണ്ട് പക്ഷെ 2 നേരത്തെ ഒന്നിച്ച് കഴിക്കണമാണ് കാണുന്നത്. കഴിച്ചേരുന്ന് ഉച്ചക്ക് കഴിച്ചില്ലേ മട്ടോർക്ക്? അത് കുറച്ചിട്ടുള്ളൂ. ചെറുത് നോക്കി വിടുന്ന ആദ്യം അമ്മ. എപ്പോഴും അവനാണ് ഇത് വലുത് കൊടുക്കണം അമ്മ. കണ്ണിട്ട മീൻ പിന്നെ അത് കഴിച്ച് കഴിഞ്ഞാൽ വയറുവേദന എടുക്കും. പിന്നെ അതുകൊണ്ട് പോണെന്ന് പറഞ്ഞു നോക്കട്ടെ. അത് ഇത് ചെറിയ മുട്ട പീസാണ് കേട്ടോ. എനിക്ക് ഏത് മീനാ? വാങ്ങിയിട്ടല്ല, വേണമെങ്കിൽ ചാറ് വെച്ചോളൂ. അപ്പം കോട്ടാച്ചും ചാറ് കഴിക്കണ്ട, 20 ഇനി എന്താ എടുക്കാൻ പോണേ? അതേ നമ്മൾ കിളിമീൻ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായി. അത് മുളക് വെട്ടി വെച്ചു കേട്ടോ, നാളത്തേക്ക് എടുക്കാം. ഉപ്പ് ആ കുപ്പിയിലാക്കി ഇപ്പോൾ തൽക്കാലം വെച്ചിട്ടുണ്ടായി എടുത്തു. അപ്പോൾ എല്ലാവരും ചോറിനാനിരുന്നു കേട്ടോ. എന്തൊരു ആവേശത്തിലാന്ന് നോക്കി കഴിക്കണേ. ഉച്ചക്ക വഴുതനങ്ങയും മുട്ട വറുത്തതും കൂടി അത്ര വിശാലമായിട്ട് കഴിക്കാൻ പറ്റിയില്ല. ഒരു ക്ഷീണം മാറ്റാനുള്ള സന്തോഷത്തിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.